റോഡ് ഉയർത്തി പുതുക്കിപ്പണിതപ്പോൾ അപകടഭീതിയിൽ നാട്ടുകാർ. കുട്ടനാട്ടിലെ ചമ്പക്കുളം പഞ്ചായത്ത് 1-ാം വാർഡിലെ ഉമ്പുക്കാട്ട് വരമ്പിനകം റോഡാണ് വീതിയില്ലാതായതോടെ അപകട ഭീഷണി ഉയർത്തുന്നത്. ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്നെഴുതിയ PWD വക ബോർഡും കണ്ട് റോഡിലൂടെ യാത്ര ആരംഭിക്കാം. ചമ്പക്കുളം പഞ്ചായത്ത് 1-ാം വാർഡിലെ ഉമ്പുക്കാട്ട് വരമ്പിനകം ഭാഗത്തേക്കുള്ള റോഡാണിത്. നെടുമുടി നസ്രയത്ത് റോഡിൽ നിന്ന് ആരംഭിച്ച് മില്ല് ജെട്ടിയിലേക്കും അടുത്ത് തന്നെയുള്ള മൂന്നാറ്റുമുഖം കടവിലേക്കും പോകുന്ന ഈ വഴി തകർന്ന് തരിപ്പണമായതോടെയാണ് അടുത്ത കാലത്ത് PWD റണ്ണിംഗ് കോൺട്രാക്റ്റിന്റെ ഭാഗമായി പുതുക്കിപ്പണിതത്. റോഡ് പല ഭാഗത്തും ഉയർത്തി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഉയരം കൂടിയപ്പോൾ പഴയ വീതി നഷ്ടപ്പെട്ടെന്നാണ് പരാതി. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ റോഡിൽ നിന്ന് പരമാവധി താഴേക്ക് ഇറങ്ങി നിന്നില്ലെങ്കിൽ അപകടമുറപ്പ്. വണ്ടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സൈഡിൽ കൂടെ നിൽക്കാനും പറ്റില്ല, ഇടിഞ്ഞ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല, ഇടിഞ്ഞ് പോവുക. നമ്മൾ മരിച്ചു പോകുന്നൊരു അവസ്ഥയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ലോറി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും നിൽക്കാൻ സ്ഥലമില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. പൊക്കി പണിതപ്പം വീതി വന്നിട്ടില്ല, അതാണ് ഈ സംഭവം. പഴയ റോഡിനും കുഴപ്പമില്ലായിരുന്നു, ഒരു വണ്ടി വന്നാൽ സൈഡിൽ കൂടെ പോകാൻ സ്ഥലമുണ്ടായിരുന്നു, വേറെ വാഹനത്തിന് പോകാമായിരുന്നു. പക്ഷേ ഇത് പൊക്കിയപ്പോൾ ആ റോഡിൽ നിന്ന് നേരെ പൊക്കി, അപ്പോൾ വീതിയില്ല. അതാണ് സംഭവിച്ചിരിക്കുന്നത്. കണ്ടങ്ങരി നെടുമുടി വെള്ളാമത്ര വേണാട്ടുകാട് കായൽപ്പുറം കണ്ണാടി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് നിറച്ച ഭാരവാഹനങ്ങൾ നിരന്തരം സഞ്ചരിക്കുന്ന വഴിയാണിത്. മൂന്നാറ്റുമുഖത്തെത്തി ജങ്കാറിലൂടെയാണ് വാഹനങ്ങൾ മറുകരയെത്തുന്നത്. ഇവ ഒരുമിച്ചെത്തിയാൽ പിന്നെ ഒരു സൈക്കിൾ പോലും കടന്നു പോവില്ല. നസ്രയത്ത് റോഡിൽ നിന്ന് തിരിയുന്ന ഭാഗത്ത് തന്നെ റോഡിന് തകരാർ സംഭവിച്ചു കഴിഞ്ഞു. ഇതുൾപ്പെടെ 10ലേറെ ഭാഗങ്ങളിൽ റോഡിന്റെ അവസ്ഥ പരിതാപകരമാണ്. കൂട്ടുമേൽപ്പാലം വരെയുള്ള ഭാഗത്ത് തീരെ വീതിയില്ലാത്തതിനാൽ അപകടവും പതിയിരിക്കുന്നു. ഇവർ ഹൈറ്റ് കൂട്ടി വീതി കുറച്ചു കളഞ്ഞു. അതുപോലെ തന്നെ ആ ടാർ ചെയ്തിരിക്കുന്ന ഒരു ഉള്ളിത്തിരി പോലെ ചെയ്ത് ചോദിക്കുക. ഇപ്പൊ നോക്കി ആ ഫ്രണ്ട് ഇവിടെ കിടക്കുന്നുണ്ടോ? ഇതിൽ പോയ പറഞ്ഞു പോകുന്നത്. അതുകൂടാതെ ഈ ഒരു കാർ പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ നടന്നു പോകാൻ പറ്റത്തില്ല. കണ്ടെത്തി പോകും മനുഷ്യൻ, അത്ര വീതി കുറച്ചിരിക്കുന്നത്. ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇത് മഹാ ഇതായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊന്നുമില്ല, വീതി കൂടണം, സൈഡിൽ കുറെ മണ്ണെങ്കിലും ഇട്ട് തരണം. ആ സൈഡ് ഇത് കണ്ടോ, ആ സൈഡിലൊക്കെ മെറ്റ് കിടക്കുന്നുണ്ടോ? മെല്ലെല്ലാം കൊണ്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. തള്ളിപ്പോകണം, സൈഡ് കണ്ടില്ല, തള്ളിപ്പോയിരിക്കുക. അത് എവിടെ നോക്കിയോ തള്ളിപ്പോയിരിക്കുക സൈഡിൽ നിന്ന്. അപ്പുറത്തും അത് തന്നെ ഗതികേട്. മൊത്തം ഈ റോഡ് പോയിരിക്കുക. നേരത്തെ ഒന്നുമില്ല, ഇച്ചിരി വീതിയെങ്കിലും ഇവിടെ സുഖമായിട്ട് പോകായിരുന്നു. ഇപ്പൊ അതുപോലും നടക്കുകയില്ല. സമീപത്തെ റിസോർട്ടുകളിലേക്ക് സഞ്ചാരികളുമായി എത്തുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ഇരുചക്ര വാഹനയാത്രക്കാർക്കും പേടി സ്വപ്നമായി മാറുകയാണ് ഉമ്പുക്കാട്ട് വരമ്പിനകം റോഡ്. ചില വളവുകളിൽ സ്വന്തം നിലയിൽ പണം മുടക്കി റിസോർട്ടുകാർ അപകടം ഒഴിവാക്കാൻ ശ്രമം നടത്തിയിട്ടുള്ളതും കാണാം. റോഡിന്റെ വീതി കുറവ് ഇത്തവണ നെല്ല് സംഭരണത്തെയും ബാധിച്ചതായി ആക്ഷേപമുണ്ട്. അവർ പറയുന്നത് അവരുടെ വണ്ടി മറിഞ്ഞു പോകുന്ന വീതിയില്ലെന്നാ പറയുന്നത്. അതിന് പിന്നെ ഇവിടെ വന്ന് വലിയ വണ്ടി വന്ന് നെല്ലെടുത്തോണ്ടിരുന്ന അവിടെ. അതുകൊണ്ട് അതും നടന്നില്ല. ചെറു വണ്ടിയെ കയറ്റി അവിടെ നെടുപടി കൊണ്ട് കൊടുത്തിട്ട് അവരെടുത്തോണ്ട് പോയത്. അല്ല അവരെടുക്കുകയില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നാ ചെയ്യാൻ പറ്റും? ഞങ്ങൾ ആശയം കടന്നാലും ഒരു കിൻഡലിന് പിന്നെ 30 രൂപ വെച്ച് വണ്ടിക്കാശ് തന്നെ മേടിച്ചേരും. പിന്നെ ചുമട്ടുപോലെ ഡബിള് ഇവിടെയും കൊടുത്ത് അവിടെയും കൊടുക്കേണ്ടി വന്നു. വെള്ളാമത്ര റോഡ് നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് റോഡിന്റെ ഇരുവശങ്ങളും കല്ലുകെട്ടി സംരക്ഷിക്കപ്പെടുമെന്നും റോഡിന് വീതി കൂടുമെന്നും പ്രതീക്ഷിക്കാം. എന്നാൽ അതുവരെ അപകടങ്ങൾക്ക് നടുവിലൂടെ യാത്ര ചെയ്യണോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. അതേസമയം ജൂൺ 1 വരെയാണ് വർക്കിന്റെ കാലാവധിയെന്നും അതിനകം റോഡിന്റെ ഇരുവശവും മണ്ണിട്ട് സംരക്ഷിക്കുമെന്നുമാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ നൽകുന്ന വിശദീകരണം. കാര്യങ്ങൾ എന്തൊക്കെയായാലും ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്ന് PWD പറയുന്നത് വളരെ ശരിയാണ്. ഉമ്പുക്കാട്ട് വരമ്പിനകം നിവാസികൾ ഉറക്കമില്ലാതെ കാവൽ നിൽക്കുകയാണ്, അപകടങ്ങൾ ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥനയോടെ. ആവശ്യത്തിന് കുടിവെള്ളം കിട്ടാതെയും സമീപത്തുള്ള നാട്ടുതോട് മല്ലമായതിനാലും വളരെയേറെ പ്രയാസം നേരിടുകയാണ് 30ഓളം വീട്ടുകാർ. പുളിങ്കുന്ന് പഞ്ചായത്ത് 6-ാം വാർഡ് മാടമ്പാക്കൽ പ്രദേശത്ത് താമസിക്കുന്നവരാണ് ശുദ്ധജലം കിട്ടാതെ ദുരിതത്തിലായിരിക്കുന്നത്. പുളിങ്കുന്ന് പഞ്ചായത്ത് 6-ാം വാർഡ് മാലിത്തറ കലുങ്കിന് കിഴക്കുവശം മാടാമ്പാക്കൽ പ്രദേശത്ത് താമസിക്കുന്നവരാണ് ശുദ്ധജലം കിട്ടാതെ പ്രയാസം നേരിടുന്നത്. കടുത്ത വേനലിൽ 2-3 ആഴ്ച കൂടുമ്പോഴാണ് ഇവിടെ പഞ്ചായത്തിൻ്റെ വകയായി 2000 ലിറ്റർ ടാങ്കിൽ കുടിവെള്ളം എത്തുന്നതെന്നും അതുതന്നെ ടാങ്ക് ഫുള്ളായി കിട്ടാറില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. ആവശ്യത്തിന് വെള്ളം കിട്ടാത്തതിലുള്ള സകല വിഷമങ്ങളും പ്രതിഫലിക്കുന്നതായിരുന്നു പ്രദേശവാസികളുടെ KCV ന്യൂസ് പ്രതിനിധിയോടുള്ള പ്രതികരണം. ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും പഞ്ചായത്ത് വകയായി കുടിവെള്ളം എത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
കൈ വേടാൻ പോലും പറ്റിയല്ല. തോട്ടിലെ വെള്ളം കൊട്ടുകയില്ല, ഒന്നും കൊള്ളുകയില്ല. കുളിക്കാൻ തന്നെ ഞങ്ങൾക്ക് വെള്ളമില്ല, കുടിക്കാനും വേണ്ടേ വെള്ളം. അപ്പം ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരുന്ന വെള്ളം തികയുന്നില്ല. ആഴ്ച ഞങ്ങൾക്ക് 2 പ്രാവശ്യമെങ്കിലും വെള്ളം തന്നാൽ ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളും എല്ലാം ഉള്ള വീടുകളാണ് ഇവിടെ. അപ്പം ഞങ്ങൾക്ക് അതിൻ്റേതായ മെമ്പറിൻ്റെ ഇതിൽ നിന്നാണേലും ഞങ്ങൾക്ക് വെള്ളം തരണം. 2 ആഴ്ചയെങ്കിലും 2 ദിവസമെങ്കിലും ഞങ്ങൾക്ക് വെള്ളം തരണം. ഷട്ടർ തുറന്ന് പറഞ്ഞാൽ ആറ്റിലെ വെള്ളത്തിനും ഉപ്പ് കാരണം തുണി എഴുതാനൊന്നും ഒക്കത്തില്ല. അതിനും സോപ്പ് പോലും പതയത്തില്ല. തോട്ടിൽ ഇവിടുത്തെ വെള്ളവും ആറ്റിലെ വെള്ളവും ഒരുപോലെ തന്നെ. ഞാൻ കുടിവെള്ളമാണെങ്കിലും വണ്ടിയെ വരുന്ന വെള്ളം ഞങ്ങൾക്ക് തികയുന്നില്ല. ഒരു മാസത്തിലെ ഒരു വണ്ടി വെള്ളം വന്നാൽ ഞങ്ങൾക്ക് ഇത്രയും വീടുകൾ കൂടെ വെള്ളം തികയത്തില്ല. ഇന്ന് വന്ന് ഇപ്പോൾ 3-ാമത്തെ ആഴ്ച കൂടി ഒന്ന് ഒരു വണ്ടി വെള്ളം 600 ലിറ്റർ വെള്ളം കൊണ്ടുവന്നത്. അതുപോലെ ഞങ്ങൾക്ക് തികയത്തില്ല. കുടിക്കാനും വെള്ളമില്ല, മറ്റുള്ള കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വെള്ളമില്ല. സമീപത്തുള്ള തോട്ടിലെ വെള്ളം യാതൊന്നിനും ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതാണ്. പോള തിങ്ങി ജലമാകെ മലിനമായിരിക്കുന്നു. കൂടാതെ പുഞ്ചക്കൊയ്ത്ത് കഴിഞ്ഞ് പാടത്ത് വെള്ളം കയറ്റിയതിലൂടെ കച്ചിക്കുറ്റി അഴുകി ദുർഗന്ധം വമിക്കുന്ന വെള്ളവും തോട്ടിലേക്ക് ഒഴുകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങൾ പ്രദേശത്ത് പടരുമോ എന്ന് പോലും നാട്ടുകാർ ഭയപ്പെടുന്നു. 18-ലെ വെള്ളപ്പൊക്കം പറഞ്ഞ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പഴയ MP ഇവിടെ വന്നിട്ട് പറഞ്ഞ് അടുത്ത ആഴ്ച വെള്ളം വരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് MP തന്നില്ല, MLA ആരും ഞങ്ങൾക്ക് ഇതുവരായിട്ട് ഒരു വെള്ളം ഇതുവരായിട്ട് ഒന്നും വന്നിട്ടില്ല. ഇതിനുമ്പഴി കാവാലത്തോട്ട് പൈപ്പ് പോകുന്നുണ്ട്. ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയേ വരത്തുള്ളൂ. വെള്ളം കിട്ടിയെന്ന് വെച്ചാൽ ഈ തോട്ടിലെ വെള്ളം ഒരു കാരണം കൈയിട്ടാൽ ഇനിയിപ്പം വല്ല പകർച്ചവ്യാധിയും വന്നാലേ പൊതുജനം സർക്കാർ അല്ലെങ്കിൽ സർക്കാർ പഞ്ചായത്തൊക്കെ അറിയത്തുള്ളൂ. ഇവിടെ പണ്ടത് കോളറ വന്ന് ആശുപത്രി കൊണ്ടുപോയതാ. അതുപോലെയുള്ള ഈ ജലജന്യ രോഗങ്ങൾ വല്ലതും ഉണ്ടായിട്ട് ഇനി കൊണ്ടുപോകാനിരിക്കുവാണോ? അത് വന്നാലേ ജനങ്ങൾ അല്ല പൊതുവെ പിന്നെ പഞ്ചായത്തുകാരെ കണ്ണു തുറക്കത്തുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. അല്പം നല്ല വെള്ളം കിട്ടുവാൻ ഇവിടെയുള്ളവർ 2 കിലോമീറ്റർ അകലെയുള്ള ആറ്റിലേക്കാണ് പോകുന്നത്. തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഷട്ടർ തുറന്നതിനാൽ ആറ്റിലെ വെള്ളവും ഒരു മൂലം നല്ലതായി തീർന്നിട്ടുണ്ട്. ടാങ്ക് വഴി വെള്ളം വിതരണം ചെയ്താൽ അതൊരിക്കലും മതിയാവുകയില്ലെന്നും പ്രദേശത്ത് പൈപ്പ് ലൈനും ടാപ്പും സ്ഥാപിച്ച് ശുദ്ധജല വിതരണം സാധ്യമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. വെളിയനാട് പകുതി ഭാഗം വരെ പൈപ്പ് ലൈൻ ഉണ്ട്. അവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്തേക്ക് ലൈൻ വരാനായിട്ട് വലിയ പ്രയാസമൊന്നുമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇങ്ങോട്ട് കണക്ഷൻ കിട്ടി ഞങ്ങൾക്ക് പൈപ്പിൽ ഉള്ള വെള്ളം കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ദാരിദ്ര്യം തീരത്തുള്ളൂ. അല്ലാതെ വണ്ടിയെ വെള്ളം കൊണ്ടു തന്നിട്ട് ഒരു പ്രയോജനമില്ല. ഞങ്ങൾ നിത്യവൃത്തിക്ക് വേണ്ടി ജോലിക്ക് പോകുന്നവരാ. ഞങ്ങളുടെ ഈ വണ്ടിയിലെ പൈപ്പിലെ വെള്ളം നോക്കിയിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പൈപ്പ് കണക്ഷൻ റെഡിയാക്കി പൈപ്പിൽ കൂടെയുള്ള വെള്ളം ഞങ്ങൾക്ക് തന്നാൽ മതി. ഈ പ്രദേശത്ത് പണ്ടങ്ങ് ഒരു ടാപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഇവിടെയുള്ളവർക്ക് ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയിട്ടില്ലെന്നും ഇവിടെ താമസിക്കുന്നവർ പറയുന്നു. ഈ പ്രദേശത്തുള്ളവരുടെ ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ MPയോ MLAയോ പഞ്ചായത്ത് അധികൃതരോ യാതൊന്നും ചെയ്യുന്നില്ലെന്ന് ഇവർക്ക് പരാതിയുണ്ട്. ശുദ്ധജലമില്ലാതെ ജീവിക്കേണ്ടി വരുന്നവരുടെ നിസ്സഹായത മനസ്സിലാക്കി അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യമാണ് മാടാമ്പാക്കൽ പ്രദേശത്ത് നിന്നും ഇപ്പോൾ ഉയരുന്നത്. ആലപ്പുഴ ജില്ലയിലെ വിവിധയിടങ്ങളിൽ താറാവ്, കാട, കോഴി, മറ്റു വളർത്തുപക്ഷികൾ എന്നിവയുടെ മുട്ട, ഇറച്ചി, കാഷ്ടം എന്നിവ ഉപയോഗിക്കുന്നതും വിപണനം ചെയ്യുന്നതും നിരോധിച്ച് ഉത്തരവായി. 3 ഇടങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മെയ് 8 വരെയാണ് നിരോധനം. ആലപ്പുഴ ജില്ലയിൽ 3 ഇടങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന സർവൈലൻസ് സോണിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ താറാവ്, കോഴി, കാട, മറ്റു വളർത്തുപക്ഷികൾ ഇവയുടെ മുട്ട, ഇറച്ചി, കാഷ്ടം എന്നിവയുടെ ഉപയോഗവും വിപണനവും കടത്തലും നിരോധിച്ച് ഉത്തരവായി. കുട്ടനാട്ടിലെ ഏതാണ്ട് എല്ലാ പഞ്ചായത്തുകളും നിരോധിത മേഖലയിൽ ഉൾപ്പെടും. കൂടാതെ പുറക്കാട്, പുന്നപ്ര തെക്ക്, തൃക്കുന്നപ്പുഴ, കുമാരപുരം, ചെന്നിത്തല, കരുവാറ്റ, ഹരിപ്പാട് നഗരസഭ, ആലപ്പുഴ നഗരസഭ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിരോധിത മേഖലയിൽ ഉൾപ്പെടും. ഈ പ്രദേശങ്ങളിൽ താറാവ്, കോഴി, കാട, മറ്റു വളർത്തുപക്ഷികൾ ഇവയുടെ മുട്ട, ഇറച്ചി, കാഷ്ടം എന്നിവയുടെ വിൽപ്പനയും കടത്തലും നടക്കുന്നില്ല എന്ന് അതാത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിമാർ ഉറപ്പുവരുത്തേണ്ടതും അതിനായി സ്ക്വാഡ് രൂപീകരിച്ച് കർശന പരിശോധനകൾ നടത്തേണ്ടതുമാണ്. കുട്ടനാട്, അമ്പലപ്പുഴ തഹസിൽദാർമാർ പ്രത്യേക പരിശോധനാ സ്ക്വാഡുകൾ രൂപീകരിച്ച് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിൽ കർശന പരിശോധനയും മേൽനോട്ടവും നടത്തേണ്ടതുണ്ട്. ആയുർവേദത്തിന് ഒരിടം പദ്ധതിയുടെ ഭാഗമായി ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ വിജയ പാർക്കിൽ കുട്ടികൾക്കായി ഔഷധ ഉദ്യാനം ഒരുങ്ങുന്നു. പുതുതലമുറയ്ക്ക് ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉദ്യാനം ഒരുക്കുന്നത്.
പുതുതലമുറയ്ക്ക് മനസ്സിലാക്കുന്നതിനായി ഓരോ ചെടികളും പരിചയപ്പെടുത്തുന്ന വീഡിയോ കാണാനാവും വിധം QR കോഡ് ഉൾപ്പെടുത്തിയുള്ള ലേബലിംഗ് നൽകും. ചുറ്റുപാടുമുള്ളതൊക്കെയും ഔഷധങ്ങളാണെന്ന തിരിച്ചറിവ് കുട്ടികളിൽ ഉണ്ടാക്കുക, പ്രകൃതി സംരക്ഷണത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അലോപ്പതി കൂടുതൽ പ്രാവീണ്യം സാധിച്ചപ്പോൾ ആയുർവേദം ഹോമിയോപ്പതിയൊക്കെ കൂടുതൽ അന്യം നിന്ന് പോകുന്ന സംസ്ഥാനത്തുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ പണ്ടൊക്കെ പറയുന്നത് വൈദ്യർക്ക് നിലത്തി ഓട്ടാൻ പറ്റത്തില്ല, എല്ലാം ഔഷധ സസ്യങ്ങളാണ്, എല്ലാത്തിനും ഓരോ ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ വൈദ്യർക്ക് കാലൂന്നി നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യമില്ല, എന്താണ് ഈ ചെടികളെന്നോ മറ്റു കാര്യങ്ങളില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഈ ആയുർവേദത്തിൻ്റെയൊക്കെ ഒരു പ്രാവീണ്യം, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചുള്ള കേരളത്തെ സംബന്ധിച്ചോളം ആയുർവേദം ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ അറിയപ്പെടുന്ന ആയുർവേദം ഇതാണ്. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിലൊക്കെ പോകുന്ന സമയത്ത്, ബാംഗ്ലൂർ മറ്റേ മസൂറി ട്രെയിനിങ് പോയ സമയത്തും അവിടെ ആൾക്കാരൊക്കെ പറഞ്ഞത് അവിടെ ആയുർവേദത്തിന് കേരളമാണല്ലോ ഏറ്റവും ബെസ്റ്റ്, നമുക്ക് കൈവേദന കാലുവേണ്ട, അപ്പോൾ അവിടെ നിങ്ങൾക്ക് എല്ലാ സംവിധാനം ഉണ്ടല്ലേ, പിന്നെന്താ നിങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളൊക്കെ ഇത് എത്രമാത്രം ഇത് യൂട്ടിലൈസ് ചെയ്യുന്നു. ഈവൻ നമുക്ക് ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നൊക്കെ യൂറോപ്യൻസും അവിടെ പിന്നെ അറബികളൊക്കെ വന്ന് നമ്മുടെ ഈ സംവിധാനങ്ങൾ കോട്ടയ്ക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം പ്രയോജനപ്പെടുത്താനായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ഈ നമ്മളുടെ ഒരു പൊട്ടൻഷ്യൽ, കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ ടൂറിസവും ആയുർവേദം ഈ ഹോസ്പിറ്റാലിറ്റി ബേസ്ഡ് ഇൻഡസ്ട്രീസാണ് കൂടുതൽ പ്രാവീണ്യം നമുക്ക് നൽകേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ഒരു മുഖവരി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ഔഷധ സസ്യത്തോട്ടം തീർച്ചയായിട്ടും ഇപ്പോൾ അഭിലഷണീയമാണ്. ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VV അനിൽകുമാർ പദ്ധതി വിശദീകരിച്ചു. സബ് കളക്ടർ സമീർ കിഷൻ ആദ്യ ഔഷധത്തൈ നട്ടു. DMO ജിജി ജോൺ, ഡോക്ടർമാരായ ഡാർലി ജെയിംസ്, സുഗത, AM മനോജ്, അരുൺ ജി ദേവ്, PD ജയേഷ് കുമാർ, S ജയരാജ്, ശശികല തുടങ്ങിയവർ പങ്കെടുത്തു. അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയുടെ പുതിയ ഷോറൂം ചങ്ങനാശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. MC റോഡിൽ ധന്യ രമ്യ തിയേറ്ററിന് സമീപമാണ് പുതിയ ഷോറൂം. ജ്വല്ലറിയുടെ ഉദ്ഘാടനം മെയ് 1 ബുധനാഴ്ച രാവിലെ 10:30 നിർവഹിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. കേരള ഹജ്ജ് വെൽഫെയർ അസോസിയേഷന്റെ ആലപ്പുഴ ജില്ലാതല ഹജ്ജ് ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും H സലാം MLA ഉദ്ഘാടനം ചെയ്തു. മാനവികതയുടെ സന്ദേശവും ഭാഷയുമാണ് ഹജ്ജ് നൽകുന്നതെന്നും വിവിധ രാജ്യങ്ങളുടെ വർണ്ണസംഗമവും ഒരുമയും ഹജ്ജിന്റെ പ്രത്യേകതയാണെന്നും MLA പറഞ്ഞു. ഇന്നത്തെ ചുറ്റുപാടെല്ലാം വളരെ പ്രധാനമാണ്. ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ഒരു സമൂഹത്തിൽ കാണുന്ന കാഴ്ചയെല്ലാം വളരെ പ്രധാനമാണ്. ഒരു മുസൽമാനെ സംബന്ധിച്ച് പൊതുരംഗത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെ ഒരുപാടുണ്ട്. നേരത്തെ ഇവിടെ പറയുന്നത് നമ്മൾ ഇവിടെ ജനിച്ചിവിടെ ജീവിക്കുന്നവരാണ്. നമ്മെ നയിക്കുന്ന ഏറ്റവും തലപ്പത്തിരിക്കുന്ന പ്രധാനമന്ത്രി തന്നെ സമീപ സമയത്തെല്ലാം പറഞ്ഞു പോകുന്ന വർത്തമാനങ്ങൾ ഏറെ പ്രയാസകരമായിട്ടുള്ളതാണ്. അത്തരമൊരു സ്ഥാനത്തിരുന്ന് പറയാൻ കഴിയാത്ത വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കാൻ, വിദ്വേഷം ഉണ്ടാക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള വർത്തമാനങ്ങൾ പറയുന്നത് കാണാം. ഇതൊരു സംഭാഷണ മധ്യേ ഒരു സ്ലിപ്പ് പറ്റി പറയുന്ന ഒരു വർത്തമാനങ്ങളല്ല. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കൊരു സ്ലിപ്പ് പറ്റിയിട്ട് ഒരു തെറ്റ് പറഞ്ഞു പോയാൽ അങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യമില്ല. റൈബാൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് ജമാൽ പള്ളാത്തുരുത്തി അധ്യക്ഷനായി. ഹാജിമാർക്കുള്ള പഠന ശിബിരം അബ്ദുൾ റഷീദ് മദനി വിയപുരവും, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് മെഡിക്കൽ കോളേജ് ഹൃദ്രോഗ വിഭാഗം ഡോക്ടർ ജയറാം രമേശും നിർവഹിച്ചു. മുഹമ്മദ് ജിഫ്രി, അലിക്കുഞ്ഞാശാൻ, മുഹമ്മദ് കബീർ എന്നീ ഹജ്ജ് സേവകരെ MLA അനുമോദിച്ചു. ലിയാഖത്ത് ഖാലിദ്, മുജീബ് മുസ്ലിയാർ, S സുബൈർ ഹാഷ്മി, മുനബ്ബീർ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ അമ്പലപ്പുഴ, ആര്യാട്, ഭരണിക്കാവ്, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്കുള്ള പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്ക് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 10 വരെ ക്ലാസുകളിലേക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഹോസ്റ്റലിൽ കുട്ടികൾക്ക് വിവിധ വിഷയങ്ങൾക്ക് ട്യൂഷൻ സൗകര്യം ഉണ്ടായിരിക്കും. രാത്രികാല പഠനത്തിനും മാനസിക ശാരീരിക ആരോഗ്യ സംരക്ഷണത്തിനുമായി വനിതാ റെസിഡൻറ്റ് ട്യൂട്ടർ ഉണ്ടായിരിക്കും. യൂണിഫോമുകൾ, മറ്റു വസ്ത്രങ്ങൾ, സ്റ്റേഷനറി സാധനങ്ങൾ, ബാഗ്, ചെരുപ്പ്, കുട എന്നിവ ലഭിക്കും. പോക്കറ്റ് മണി, സ്റ്റേഷനറി സാധനങ്ങൾ മുതലായവയ്ക്ക് മാസം തോറും നിശ്ചിത തുക ലഭിക്കും. ഇത്തരം സൗകര്യങ്ങളോട് കൂടിയ പ്രീ മെട്രിക് ഹോസ്റ്റൽ പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 27 ആണ്.
കുട്ടനാടിന്റെ ഇതിഹാസങ്ങളിലൊന്നാണ് പെരുമ്പറയന്റെ ജീവചരിത്രം. ചരിത്രത്താളുകളിൽ ഇടം തേടാതെ പോയ പെരുമ്പറയനു വേണ്ടി കുട്ടനാട്ടിലെ പുളുങ്ങുന്ന ചതുർത്ഥ്യാഗരിയിൽ ക്ഷേത്രം ഒരുങ്ങി. ചരിത്രത്തിന്റെയും വിശ്വാസത്തിന്റെയും കൂടിച്ചേരലാണ് കുട്ടനാട്ടിലെ പെരുമ്പറയന്റെ ജീവചരിത്രം. വാമൊഴിയായി പകർന്നു കിട്ടിയ അറിവുകളിലൊതുങ്ങി ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിക്കാതെ പോയ രക്തസാക്ഷിത്വത്തിന്റെ കഥയാണത്. തെക്കുംകൂർ വടക്കൻകൂർ രാജഭരണകാലത്ത് കുട്ടനാട്ടിലെ പ്ലുങ്ങുന്നിൽ രാജാക്കന്മാരുടെ കീഴിൽ പ്രാദേശിക ഭരണകാര്യങ്ങൾ നടത്തിയിരുന്നത് മാടമ്പിമാരായ കൈമൾമാരായിരുന്നു. ഇവരുടെ ഉടമസ്ഥതയിലുള്ള അയ്യനാട് പാടശേഖരത്തിൽ മടവീഴ്ച പതിവായി തീർന്നു. സ്ഥിരമായുള്ള മടവീഴ്ചയുടെ കാരണമറിയാൻ കുടുംബക്കാരനവർ ജ്യോത്സ്യനെ വിളിച്ച് പ്രശ്നം വെപ്പിക്കുകയും പരിഹാരമാരായുകയും ചെയ്തു. മടയുറപ്പിക്കാൻ ജ്യോത്സ്യൻ വിധിച്ചത് മനുഷ്യക്കുരുതി. അയ്യനാട് പാടശേഖരത്തിൽ കട്ടകുത്തിപ്പൊക്കിയുണ്ടാക്കിയ തുരുത്തിലെ താമസക്കാരൻ പെരുമ്പറയനായിരുന്നു തമ്പ്രാന്റെ ഇര. അങ്ങനെ മടയിൽ നിറഞ്ഞ ചെളിക്കുള്ളിൽ പെരുമ്പറയൻ മറഞ്ഞു. ആ രാത്രി മുതൽ കൈമളുടെ വീട്ടിൽ നിരവധി അനർത്ഥങ്ങളുണ്ടായി. പെരുമ്പറയനെ പ്രതിമയിൽ ആവാഹിച്ചു കുടിയിരുത്തണമെന്ന് പ്രശ്നവിധിയിൽ വന്നതോടെ പ്രതിമ നിർമ്മിച്ച് പറക്കുടുക്ക എന്ന തുരുത്തിൽ തന്നെ കുടിയിരുത്തുകയായിരുന്നു. കഥകൾ കേട്ടറിഞ്ഞവർ പിന്നീട് ചതുർത്ഥ്യാഗരിയിലെ തോപ്പിൽച്ചിറയിലുള്ള പ്രതിമ കാണാൻ എത്തിത്തുടങ്ങി. ഇപ്പോൾ പെരുമ്പറയനായി ഇവിടെ ക്ഷേത്രമൊരുങ്ങിക്കഴിഞ്ഞു. പ്രതിഷ്ഠാകർമ്മം മെയ് 2 വ്യാഴാഴ്ച പകൽ 11:15 11:45 മധ്യേ നടക്കുമെന്ന് ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റ് VK വേണുഗോപാൽ KCV ന്യൂസിനോട് പറഞ്ഞു. നഗരയും പെരുമ്പറയൻ എന്ന് പറയുമ്പോൾ കുട്ടനാട്ടിൽപ്പെട്ട മുതിർന്ന ആളുകൾക്ക് പലർക്കും അറിയാം. പക്ഷേ പുതിയ തലമുറയിൽപ്പെട്ട പലർക്കും പെരുമ്പറയെക്കുറിച്ച് അറിയത്തില്ല. പുതിയ തലമുറകൾക്ക് പെരുമ്പറയൻ ആരാണെന്നും എന്തെന്നും അറിയുന്നതിന് വേണ്ടി ഒരു അടയാളപ്പെടുത്തേണ്ട ഒരു ഭാഗമായിട്ടാണ് പെരുമ്പറയൻ്റെ 200-300 വർഷത്തിന് മേൽ പഴക്കമുള്ള കൽവിഗ്രഹം മെയ് 2-ാം തീയതി രാവിലെ 11:30 ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ കുട്ടനാട്ടിൽ നടന്നിരുന്ന ജന്മത്വത്തിൻ്റെ കിരാത വാഴ്ചയുടെ പ്രതീകമാണ് പെരുമ്പറയൻ. ആ പ്രതിമയുടെ പ്രതിഷ്ഠാകർമ്മം മെയ് 2-ാം തീയതി രാവിലെ 11:30 നടക്കുകയാണ്. ഈ ചടങ്ങിലേക്ക് ഈ വാർത്ത കാണുന്നതും അറിയപ്പെടുന്നതുമായിട്ട് എല്ലാ ജനങ്ങളെയും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. നെൽവയലുകളുടെ കാവൽ ദേവനായാണ് വിശ്വാസികൾ പെരുമ്പറയനെ കാണുന്നത്. 4 നൂറ്റാണ്ടിനപ്പുറം നടന്ന കൊടുംചതിയുടെ കഥയ്ക്ക് കാലങ്ങൾക്കിപ്പുറവും പ്രസക്തിയുണ്ടെന്ന് പറയുകയാണ് വിശ്വാസികൾ. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. ആലപ്പുഴ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ രാജാ കേശവദാസ് നീന്തൽക്കുളത്തിൽ ഏപ്രിൽ 1 ആരംഭിച്ച സമ്മർ കോച്ചിംഗ് ക്യാമ്പിൽ 350ഓളം പേർക്ക് പരിശീലനം നൽകി കഴിഞ്ഞു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദഗ്ധരായ പരിശീലകരുടെ നേതൃത്വത്തിൽ രാവിലെ 6:30 മുതൽ 10:30 വരെയും വൈകിട്ട് 3:30 മുതൽ 5:30 വരെയും ഓരോ മണിക്കൂർ വീതമുള്ള ബാച്ചുകളായി തിരിച്ചാണ് പരിശീലനം നൽകുന്നത്. വിശദ വിവരങ്ങൾക്ക് 8304043090 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഏറ്റുമാനൂർ ഉപകേന്ദ്രത്തിൽ മെയ് 8 ആരംഭിക്കുന്ന കേരള സർക്കാർ അംഗീകൃത DCFA ടാലി കോഴ്സുകളിലേക്ക് അപേക്ഷ നൽകാം. യോഗ്യത +2. അപേക്ഷ ഓൺലൈനായി മെയ് 7 വരെ നൽകാം. വിശദ വിവരങ്ങൾക്ക് lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 9497818264. LBSന്റെ കോട്ടയം പാമ്പാടി ഉപകേന്ദ്രത്തിൽ ആരംഭിക്കുന്ന 4 മാസം ദൈർഘ്യമുള്ള ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC. വിശദ വിവരത്തിന് 048125059000 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6660 രൂപ, പവന് 53,280 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.